നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. ചിലപ്പോൾ നമ്മൾ വഴിയിൽ കൂടി നടന്നു പോയപ്പോൾ വഴി കിടന്ന് കിട്ടിയതാവാം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് വന്നു ചേർന്നു എന്ന് വിചാരിക്കുക. പക്ഷേ ഇത് നോക്കിയിട്ട് ഈ സാധനം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുമില്ല. അപ്പോൾ ഇതെന്താണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് പലതരത്തിൽ നമ്മൾ ശ്രമിച്ചു നോക്കിയിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഗൂഗിൾ നമുക്ക് പറഞ്ഞു തരും നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും ഏതൊരു കാര്യത്തിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ ഗൂഗിളിൽ നിന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കിയിട്ട് വരാം. ഇത് ചെയ്യുവാനായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിലെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ബാറിൻ്റെ സൈഡിലായിട്ട് ഒരു ക്യാമറ ഐക്കൺ കാണാം. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും വരിക. അവിടെ ഓപ്പൺ ക്യാമറ എന്ന് കാണുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ക്യാമറ ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് ഏത് പ്രോഡക്റ്റിനെ കുറിച്ചാണ് സെർച്ച് ചെയ്യേണ്ടതെന്നുള്ളത് അതിൻ്റെ താഴെ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഫോട്ടോ എടുക്കുന്ന പോലെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് താഴെ വരുന്നതായിരിക്കും. ഇപ്പോൾ ഞാനൊരു പേനയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു എക്സാമ്പിളായിട്ടാണ് പേന കാണിക്കുന്നത്. അപ്പോൾ നോക്കുക, അതിൻ്റെ താഴെ ഇതേപോലെ അത് ഏത് പ്രോഡക്റ്റ് ആണെന്നും അതിൻ്റെ വില എന്നാണെന്നും ഒക്കെയുള്ള ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇനി ഒരു നോസ് പ്ലെയർ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും കാണിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഈ പ്രോഡക്റ്റുകൾ കാണിക്കുന്നതാണ്. ഇനി മറ്റൊരു പ്രോഡക്റ്റ് കാണിക്കാം. ഇതെന്താണെന്ന് നമുക്കറിയില്ലെന്ന് വെക്കുക. ഇത് കാണിക്കുന്നു. ക്യാമറയിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ വരുന്നതായിരിക്കും. ഇത് സാധാരണ മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അതിൻ്റെ റിയൽമി C2 എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ വരുന്ന വോളിയത്തിൻ്റെ സ്വിച്ചാണ്. അപ്പോൾ ഇത് സാധാരണപ്പെട്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അങ്ങനെ മനസ്സിലാകാത്തത് കൊണ്ടാണ് ഞാനിത് എടുത്ത് കാണിച്ചത്. നേരത്തെ കാണിച്ച പ്രോഡക്റ്റുകളൊക്കെ തന്നെ ഞങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അത് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ലെന്ന് പറയാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് മറ്റൊരു പ്രോഡക്റ്റ് നോക്കാം. ഇത് ഞാൻ ക്യാമറയുടെ മുന്നിൽ കാണിക്കുന്നു. ജസ്റ്റ് ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് വരും. ഇപ്പോൾ നമുക്ക് താഴോട്ട് നോക്കിയാൽ കാണാം അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൊബൈൽ ഫോണുകളുടെ ഡിസ്പ്ലേ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡിസ്പ്ലേ ഫ്രെയിമിലേക്ക് ടൈറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇനി മറ്റൊരു പ്രോഡക്റ്റ് നോക്കാം. ഇത് സാധാരണ ആൾക്കാർ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളൊരു സാധനമല്ല. ഇലക്ട്രോണിക്സുകാർ ഉപയോഗിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതും നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ വിലയും അതെവിടെ കിട്ടുമെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റുകൾ ഏതാണെങ്കിലും അത് ക്യാമറയുടെ മുന്നിൽ ഇതേപോലെ കാണിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു നല്ല കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.